ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വീണ്ടും സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മൂന്നാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു ഗൈസ്, മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്രൊഡക്റ്റൊക്കെ എല്ലാം തീർന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ $151.87 ഉണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റൊക്കെ നോക്കിയേ ഫുള്ളായിട്ട് കാലായി കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളുടെ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് രണ്ട് സാധനങ്ങൾ പ്രൊഡക്ട്സ് വാങ്ങണം ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഗൈസ് പർച്ചേസ് ചെയ്യാൻ ഫ്രിഡ്ജ്. ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ഈ വീഡിയോയിൽ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ എന്തായാലും നമുക്ക് ഫ്രിഡ്ജ് വാങ്ങണം. ഫ്രിഡ്ജിന് എത്രയാണ് അറിയില്ല, നമുക്ക് നോക്കണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിരുന്നു, അപ്പോൾ നമ്മളെ പൈസ ആയത് $200 അങ്ങനെയായിട്ടാണ് കണ്ടത് ഗൈസ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഗൈസ് $101.83 ഉള്ളത് ഗൈസ്. $200 ആവണം ഗൈസ്. ഇതെന്താണ്, ഫ്ലോറല്ലേ ഗൈസ്? ഫ്ലോർ ഇവിടെ വെക്കട്ടെ ഗൈസ്. നമ്മുടെ മാർക്കറ്റൊക്കെ എത്ര പെട്ടെന്നല്ലേ ഗൈസ് കാലിയായി പോയത് ഗൈസ്. അടുത്ത എന്താണ്? അടുത്ത സുസു ഗൈസ്. ഷുഗർ അല്ലേ ഗൈസ്? യെസ് ഗൈസ്, നമ്മൾ സൂപ്പർ മാർക്കറ്റ് സീരീസ് കഴിഞ്ഞ പിന്നെ അടുത്ത സീരീസ് തുടങ്ങുന്നതാണ് ഗൈസ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഇനി മുതൽ അടിപൊളി വീഡിയോസ് വരുന്നതാണ്. ഞാൻ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഓക്കെ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈസൊക്കെ നോക്കണം. ഇനി നമ്മൾ പ്രൊഡക്റ്റെല്ലാം വെച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കട അങ്ങോട്ട് ഓപ്പൺ ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, നമുക്കിങ്ങനെ അങ്ങോട്ടൊക്കെ നമുക്ക് വണ്ടി കയറാൻ പറ്റുമോ ഗൈസ്? സ്പീഡിലൊക്കെ ഓടാനൊക്കെ ആവും. വേണ്ട ഗൈസ്, നമ്മുടെ സ്റ്റോറിൽ ഇപ്പോൾ ഗൈസ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും ഗൈസ്. ഇപ്പോൾ നമ്മുടെ സ്റ്റോർ ലെവൽ 4 ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് ഗൈസ്. അതിന് നമുക്ക് ലേറ്റ് ഇടാം. ഒരു ഇരുട്ട് പിടിക്കുന്നില്ല ഗൈസ്. 5 മണി കഴിഞ്ഞ് ഗൈസ്. 5 മണി കഴിയാറായി. ഷോപ്പ് അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ 15 ഗൈസ്. 4 പ്രൊഡക്റ്റിനോട്ട് ഫൗണ്ട് ഗൈസ്. 4 പ്രൊഡക്റ്റ് ഇല്ലാണ് അങ്ങനെയായിട്ടാണ് എഴുതി കാണിച്ചത്. 4 പ്രൊഡക്റ്റ് ഇല്ല എന്നായിട്ടാണ് പറയുന്നത് ഗൈസ്. ഗൈസ്, നമ്മുടെ പർച്ചേസ് ചെയ്ത ഫ്രിഡ്ജ് ഓർ ഷെൽഫ്. ഗൈസ്, നമുക്ക് ലോൺ എടുത്താലോ ഗൈസ്? വേണോ? ലോൺ എടുക്കാൻ പറ്റും ഫർണിച്ചറിൽ ഗൈസ്. ഗൈസ്, നമുക്ക് ഫ്രിഡ്ജ് വാങ്ങണമെങ്കിൽ $200 ആവും ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പൈസ വേണം. യെസ് ഗൈസ്, നമുക്ക് ലോൺ എടുക്കണോ അറിയില്ല. നമ്മുടെ കട അങ്ങോട്ട് ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് കസ്റ്റമറൊക്കെ വന്ന് തുടങ്ങി. ഇപ്പോൾ ഗൈസ്, അയാളെ കണ്ടോ ഗൈസ്? നിങ്ങൾ അയാളുടെ അന്തം വിട്ട് കുന്തം പോലെ അവിടെ നോക്കി നിൽക്കുകയാണ് ഗൈസ്. അതെന്താണെന്നറിയില്ല ഗൈസ്. അധികം കാണില്ല ഗൈസ്. സ്ലൈസ്ഡ് ബ്രെഡ് ഇല്ല. എല്ലാ സാധനങ്ങളും വരും അളിയാ. ഇപ്പോൾ ഗൈസ്, ഇയാൾക്കൊന്ന് ബിൽ അടിച്ചു കൊടുക്കട്ടെ. $9.32 ഗൈസ്. യെസ്, അത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അയാളവിടെ കുന്തം നോക്കിയിരിക്കുന്ന തോന്നുന്നു ഗൈസ്. ഇതെന്താണ്? ഇതായി ഗെയിമിലെ പ്രശ്നം ഗൈസ്. അവിടെ അങ്ങോട്ട് നോക്കിയിരിക്കും. അപ്പോൾ ഗൈസ്, ആദ്യത്തെ കസ്റ്റമർ വന്ന് നമ്മളിത് ബില്ലൊക്കെ അടിച്ചു കൊടുക്കുകയാണ്. $7.62 ഗൈസ്. ഇത്ര നമ്മുടെ പൈസ കിട്ടും ഗൈസ്. കസ്റ്റമേഴ്സ് ഇങ്ങനെ അടിച്ച് കയറി വരുന്നില്ല ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഓരോരുത്തരാണ് വരുന്നുള്ളൂ. കുഴപ്പമില്ല ഗൈസ്, നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് മൂന്നാമത്തെ എപ്പിസോഡ് ആയല്ലേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇയാൾ കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇയാൾക്ക് ബില്ലടിച്ചു കൊടുക്കണം. എത്ര ഡോളറാണ്? $7.62 ഗൈസ്. ഇയാൾ കുറച്ച് സാധനം 4 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. പൈസയാണ് എത്രയാണ്? $3.51 തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മുടെ കയ്യിൽ $117.8 ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇയാൾക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. യെസ് ഗൈസ്, ഇയാൾ ഒരു ഐറ്റംസേ വാങ്ങിച്ചുള്ളൂ.
$16.88 തിരിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നു. യെസ്, $88 തിരിച്ചു കൊടുക്കണം. ഗൈസ് ഫസ്റ്റൊക്കെ സ്ലോ ആയിരിക്കും, പിന്നെ നമ്മളിത് അടിച്ച് കയറി വരും ഗൈസ്. ഓക്കെ ഗൈസ്, ഇയാൾ കറക്റ്റ് പൈസയാണ് തന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇയാൾ ഫ്ലോറാണ്, കാർഡാണ് ഗൈസ്. കാർഡ് എല്ലാവരും തരുന്നതാണ് ഗൈസ്. പെട്ടെന്ന് ടകടകാന്ന് പറ്റി പണി ചെയ്യുന്നതാണ്. ഓക്കെ, ഇയാൾ കഴിച്ചു കൊടുത്തിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് എ, ഫ്രിഡ്ജ് ബി ഗൈസ്. ഫ്രിഡ്ജ് ബി നല്ല നല്ല വലുപ്പമുണ്ട് ഗൈസ്, ഷെൽഫാ. യെസ് ഗൈസ്, നമ്മളെ കയ്യിൽ ഇപ്പോൾ $213.79 ഉണ്ട് ഗൈസ്. ഇപ്പം നമ്മുടെ കയ്യിൽ $213.79 ഉണ്ട് ഗൈസ്. നമ്മളിതൊന്നും നോക്കിയില്ല, ഓർഡർ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. യെസ് ഗൈസ്, കസ്റ്റമേഴ്സ് 2-3 ആൾക്കാർ വന്നിട്ടുണ്ട് ഗൈസ്. ബില്ലടിച്ച് കൊടുക്കട്ടെ ഗൈസ്. സുസു ഗൈസ്, മറ്റേ ഷുഗറാണെന്ന് തോന്നുന്നു, അതല്ലേ ഗൈസ്, അതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നായി, നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഗൈസ്, നമ്മളിത് ലോൺ എടുത്തിട്ടുണ്ട് ഗൈസ്. ലോൺ എടുത്തതിൻ്റെ ഒരു റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. നിങ്ങൾക്കറിയായിരിക്കും ഗൈസ്, അതുകൊണ്ട് റെക്കോർഡ് അത് മാത്രം വിട്ടു ഗൈസ്. ലോൺ എടുത്തതിന് ശേഷം ഞാൻ നോക്കി നോക്കുമ്പോൾ ഗൈസ് അത് റെക്കോർഡ് ആയിട്ടില്ല ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. പൈസയാൾക്കൊന്നും പൈസ തിരിച്ചു കൊടുക്കട്ടെ. $0.18 ഗൈസ്. 15, 16, 17, 18 ഗൈസ്. ഇനി ആരാണുള്ളത് ഗൈസ്? അവർ രണ്ടാളും നോക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഷെൽഫൊക്കെ കാലിയായി ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ഗൈസ്, ഇത് ഫ്രിഡ്ജല്ലാലോ ഗൈസ്, ഇത് ഫ്രിഡ്ജല്ല ഗൈസ്. എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ മാറിപ്പോയെന്ന് തോന്നുന്നു ഗൈസ്. ഇതല്ല, ഇത് ബ്രെഡാണ് ഗൈസ്. ഗൈസ്, ഇത് നമുക്ക് ഇനിയിപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിലിടണം. ഓ ഗൈസ്, നിങ്ങൾ സൈഡിൽ കാണാൻ, യെസ്, നമ്മൾക്ക് വിറ്റിട്ടുണ്ട് ഗൈസ്. അത് നമ്മൾ വിറ്റിട്ടുണ്ട്. നമ്മൾ ലോൺ അടിച്ചപ്പോൾ ഗൈസ് നമ്മളങ്ങോട്ട് പൈസക്കാരായിപ്പോയി ഗൈസ്. $862.37 ഉണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഫ്രിഡ്ജ് എ തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്രിഡ്ജ് എത്തിക്കുന്നുണ്ടാവും ഗൈസ്. യെസ് ഗൈസ്, നേരത്തെ ബട്ടൺ മാറിപ്പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഫ്രിഡ്ജ് ഇവിടെ വാങ്ങി അങ്ങോട്ട് വെക്കാം. യെസ് ഗൈസ്, നമുക്ക് കറക്റ്റായിട്ട് വെക്കണം. ഓ ഗൈസ്, റെഡിയാണ്. ഇനി നമുക്ക് എന്തെങ്കിലും വേണം. യെസ് ഗൈസ്, നമ്മൾ കട ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്, കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും ഇല്ല. ഓക്കെ, നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്താലോ ഗൈസ്. ഫ്രിഡ്ജിലേക്കുള്ള നമ്മൾ ഇതായിട്ടും ഓർഡർ ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്കിപ്പോൾ ഓർഡർ ചെയ്യാം. നമുക്ക് ബോട്ടിൽഡ് വാട്ടർ ഉണ്ട് ഗൈസ്. ഓ ഗൈസ്, മിൽക്ക് ഉണ്ട്. ഓ ഗൈസ്, എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇയാളാണ് അവിടെ നോക്കി നിൽക്കുകയാണ് ഗൈസ്. ഇപ്പോൾ നമ്മുടെ 8 മണി ഏകദേശം കഴിയാറായി ഗൈസ്. 8:30 നമ്മൾ 9 മണിക്കാണ് നമ്മുടെ സ്റ്റോറ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ എന്താക്കാം, ഷെൽഫിൽ എടുത്ത് വെക്കണം. ഓക്കെ, നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് എടുത്തേക്കാൻ. ഓക്കെ ഗൈസ്, നമുക്കിവിടെ വെക്കാം. എന്താണ്? ഓ ഗൈസ്, ഇത് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് ഗൈസ്. എൻ്റെ മാറിപ്പോയി ഗൈസ്. ഡിസ്പ്ലേ ഫുള്ളായി ഇത്ര പെട്ടെന്ന് ഗൈസ്. ഓ ഗൈസ്, എന്നാൽ എനിക്ക് തോന്നുന്നു ഒരു ഫ്രിഡ്ജും കൂടി വാങ്ങേണ്ടി വരും ഗൈസ്. ഇതിപ്പോൾ എല്ലാം കൊള്ളുമെന്നൊന്നും അറിയില്ല. കൊള്ളുമായിരിക്കില്ലേ ഗൈസ്? ഇതെന്താണ്? മുട്ട ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ പ്രൈസൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ $2.66 ബോട്ടിൽഡ് വാട്ടറിന്. ഇനി നമുക്ക് മുട്ടക്ക് എത്രയാണെന്ന് നോക്കണം. മുട്ടക്ക് മാർക്കറ്റ് പ്രൈസ് 3.78 അപ്പോൾ നമുക്ക് അത് കൊടുക്കണം. യെസ്, ഇനി നമുക്ക് മിൽക്കും കൂടിയും കൊടുക്കാനുണ്ട്, അതും കൂടിയും കൊടുക്കണം. മിൽക്കിന് എത്രയാണ്? 2 എത്രയായിരുന്നു കണ്ട ഗൈസ്? യെസ് അതന്നെ, $40. അപ്പോൾ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റാണ്. ഇതിൻ്റെ ഒക്കെ സെറ്റാണ്. ബ്രെഡിൻ്റെയോ ഓ ഗൈസ്, ഇതിൻ്റെ സെറ്റാണ്. നമുക്ക് $1 നമ്മൾ കൂട്ടി ഇട്ടായിരുന്നു, നമുക്ക് അതും കുറച്ച് കളയാം. ഓക്കെ, യെസ് ഗൈസ്, അടുത്ത നമ്മൾ ചീസാണ് വെക്കാൻ പോകുന്നത് ഗൈസ്. നമ്മുടെ ഫ്രിഡ്ജ് ഫുള്ളായി.
ഗൈസ് ഫ്രിഡ്ജ് ഫുള്ളായി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഒരു ഫ്രിഡ്ജും കൂടി വാങ്ങായിരുന്നു. നമുക്ക് ഒരൈറ്റം കൂടിയും വെക്കാനുണ്ട് ഗൈസ്. എന്താണ്? ടീ ബ്ലാക്ക് ഗൈസ്. യെസ്, അപ്പം നമുക്ക് ഇതും കൂടി അങ്ങനെ വെക്കാം. ടീ ബ്ലാക്ക്. ഓ, കുറേ എണ്ണ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നല്ല പൈസയാണ് ഗൈസ് ഇതിന് വാങ്ങാൻ. ഓക്കെ ഗൈസ്, വിട്ടോ. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യണം. 2.75 ഗൈസ്. ഒന്നല്ല ഗൈസ്, ഇതിൻ്റെ പ്രൈസ് 5.77 ആണ്. മാർക്കറ്റ് പ്രൈസ് 78 ആണ് ഗൈസ്. നമ്മൾ $1 അങ്ങ് കുറച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മളിത് സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സൊക്കെ അടിച്ച് കയറി വരേണ്ടതാണ് ഗൈസ്. വരണം. യെസ്, നമുക്ക് ചീസ് വെക്കാൻ സ്ഥലമില്ല ഗൈസ്. നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാനോ ഗൈസ്? നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാ പ്രോഡക്റ്റും അങ്ങനെ വാങ്ങി വെച്ചാലോ ഗൈസ്? എങ്ങനെ ഉണ്ടാവും ഗൈസ്? നമുക്ക് ഈ ഷെൽഫൊക്കെ ഫുള്ളാക്കാം. ഓക്കെ, നമ്മളിത് ഓരോന്നായിട്ട് അങ്ങനെ ഇടുകയാണ്. ഓക്കെ, ഞാനെന്നെല്ലാം ഓർഡർ ചെയ്യട്ടെ ഗൈസ്. ടോട്ടൽ $85.92 ആയേക്കാണ്. ഓക്കെ, പൈസ നോക്കിയില്ല. പൈസ ഒക്കെ പോയിട്ട് പവർ വരട്ടെ ഗൈസ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ $392.34 ഉണ്ട് ഗൈസ്. ഇത് നമ്മുടെ ഷുഗർ അല്ലേ ഗൈസ്? സൂയി. അപ്പോൾ ഗൈസ്, നമ്മളിത് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ കസ്റ്റമേഴ്സിനും ബില്ലടിച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ ഗൈസ്, നമ്മളിത് ബില്ലടിച്ച് കൊടുക്കുകയാണ്. $15.8 ഗൈസ്. $80. അപ്പോൾ അടുത്ത ആൾ വാ ഗൈസ്. നമ്മൾ നേരത്തെ പ്രശ്നം വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. ആ ഫ്രിഡ്ജിൻ്റെ അടുത്ത് നോക്കി നിൽക്കുന്നത് നിങ്ങൾ കണ്ട ഗൈസ്? ഇതാണ് പ്രശ്നം ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. എന്താണ് ഇവലിങ്ങനെ നിൽക്കണത്? ഒരടി അങ്ങ് കൊടുത്താലോ ഗൈസ്? നമ്മളെ പ്രൊഡക്റ്റ് വേഗം എടുത്തണ്ട. എന്താണ്? പാസ്ത ഗൈസ്, പാസ്ത. ഓ ഗൈസ്, ഇത് ഇത്രയേ ഉള്ളൂ ഗൈസ്. യെസ്, ഇത് നമ്മൾ അവിടെ വെക്കട്ടെ ഗൈസ്. ഈ പെട്ടി നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട് ഗൈസ്. പാലും വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കണ്ടപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവും ഗൈസ്. നമ്മൾ നേരത്തെ വെച്ച് പാസ്ത ഒക്കെ വെച്ചായിരുന്നു ഗൈസ്. ഇതിൻ്റെ നോക്ക് ഗൈസ്, പ്രായസൊന്നും സെറ്റ് ചെയ്യല്ല ഗൈസ്. എൻ്റെ കൂടി ചെറുതായിട്ടൊന്ന് ബേക്കടിഞ്ഞു പോയി ഗൈസ്. അതുകൊണ്ട് സേവ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ എല്ലാം പോയി ഗൈസ്. പണിപ്പാളിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണം ഗൈസ്. ആദ്യമുള്ള പോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഗൈസ്. എല്ലാം പണിപ്പാളിട്ടാനുള്ളത് നമ്മൾ വീണ്ടും ഓർഡറൊക്കെ ചെയ്യണം ഗൈസ്. അതെന്ത് പരിപാടിയാണ് ഗൈസ്? നമ്മൾ സേവ് ചെയ്യാതെ ഗെയിം ഔട്ടായിപ്പോയാൽ ഗൈസ് ഇങ്ങനെയായിരിക്കും, പണിപ്പാടും. അപ്പോൾ എല്ലാം സൂക്ഷിച്ചോളുക കളിക്കുന്നവർക്കൊക്കെ. ഓക്കെ, നമ്മളിതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. യെസ് ഗൈസ്, നമ്മളിത് ഫൈനലി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സീരിയലും കൂടി വെക്കാൻ ബാക്കിയുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, ഇതും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കട ഇപ്പം തന്നെ ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ പ്രൈസൊക്കെ സെറ്റല്ലേ നോക്കണം. ഓക്കെ ഗൈസ്, പ്രൈസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. യെസ് ഗൈസ്, പ്രൈസൊക്കെ സെറ്റാണ്. ഓക്കെ ഗൈസ്, നമുക്കിത് ഷോപ്പ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തേക്കാം ഗൈസ്. ഓപ്പൺ ചെയ്തപ്പോൾ ഗൈസ് രാത്രിയായി. എന്ത് പരിപാടിയാണ് ഗൈസ്? നമ്മുടെ സ്റ്റോർ ലെവൽ 4 ഗൈസ്. അപ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഗൈസ് അങ്ങ് രാത്രിയായി ഗൈസ്. നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ മുകളിൽ വന്ന ഒരു മെസ്സേജ് കണ്ട ഗൈസ്? നമ്മുടെ പാസ്തക്ക് പ്രൈസ് കുറഞ്ഞതാന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ അതൊന്നും നോക്കുന്നില്ല ഗൈസ്, കാരണം ഈ പാസ്തേൻ്റെ എല്ലാം തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മളിത് കസ്റ്റമേഴ്സൊന്നും അടിച്ചു കയറി വരുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഒബ്ജക്റ്റീവിൽ എന്തോ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സൈഡ് കാണാം, പർച്ചേസ് എ ന്യൂ സെക്ഷൻ യൂസിങ് യുവർ കമ്പ്യൂട്ടർ ടു എക്സ്പാൻഡ് യുവർ സ്റ്റോർ. ഓക്കെ ഗൈസ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് സെക്ഷൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് ഈ ഷോപ്പ് ഗൈസ് വലുതാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.